ആദ്യം ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന പുതുതായി കാണുന്ന ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്ന സംഭവവികാസങ്ങളിൽ നമുക്ക് തുടങ്ങാം. മോക്ക് ഡ്രിൽ അത് ഇന്നിപ്പോൾ നമുക്ക് പലർക്കും ഈ പുതുതലമുറയ്ക്കോ ഒക്കെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് 71-ലാണ്. അന്നൊരു യുദ്ധം അതിനുശേഷം ഉണ്ടായി. ഈ മോക്ക് ഡ്രിൽ എന്ന സംഭവം എന്താണ് എന്നത് നമുക്കറിയില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയൊന്ന് നടത്താൻ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുള്ളത് ഉത്തരവായി വരുന്നത് എന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് വിശദീകരിക്കാമോ? മുൻപ് 71-ൽ ഉണ്ടായപ്പോൾ പിന്നീട് യുദ്ധമുണ്ടായി എന്ന് നമുക്കറിയാം. ബംഗ്ലാദേശിൻ്റെയൊക്കെ രൂപീകരണത്തിലേക്ക് വഴിവെച്ച ഒരു യുദ്ധമായിരുന്നു അത്. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന മോക്ക് ഡ്രിൽ അത് നൽകുന്ന സൂചന എന്താണ്, ജനറൽ ജേക്കബ് തരകൻ? മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഉള്ള ഭാഷയിൽ പറഞ്ഞാൽ റിഹേഴ്സൽ എന്നാണ്. അതായത് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോകുമ്പോൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് അതിന് നമ്മൾ റിഹേഴ്സ് ചെയ്ത് തയ്യാറായിരിക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഈ നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ റെലവൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഒന്നായി യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുകയും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും യുദ്ധം വരാൻ പോകുന്നു അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അഥവാ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനൊരു റിഹേഴ്സൽ ചെയ്യുവാൻ വേണ്ടിയാണ് മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. ഇത് നോർമലി സാധാരണയായി ഇത് അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ്റെ ആർട്ടിലറി അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് മിസൈൽസ് വരുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ, JNK അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായി ഈ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. എൻ്റെ അറിവിൽ ഇപ്പോൾ തന്നെ JNKയിലും പഞ്ചാബിലുമുള്ള പല സ്ഥലങ്ങളിലും ബങ്കേഴ്സ്, അതായത് സിവിലിയൻസ്, സാധാരണ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കയറിയിരിക്കുവാനുള്ള ബങ്കറുകളുണ്ട്. അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ആൾക്കാർ പോകുവാനും അതിന് സാധനങ്ങൾ എടുത്ത് വെക്കുകയും ഒരു ദിവസം ഇരിക്കണമെങ്കിൽ കഴിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാൻ വേണ്ടി ഉള്ള സാവകാശം കൊടുക്കുകയും അതിനെപ്പറ്റി പറയുകയാണ്. ഒന്ന്, ഇതിനോടകം തന്നെ ഞാനൊന്ന് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ, ജനറൽ ജേക്കബ് തരകൻ, ഇപ്പോൾ ഇതിനോടകം തന്നെ പഞ്ചാബിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, തീ അണയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. കൂടാതെ ജമ്മു ആൻഡ് കശ്മീരിൽ കാണുന്നത് അവിടെ കുട്ടികൾ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെയാണ് കുട്ടികൾ അതിനെ നേരിടേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ നടന്നിട്ടുള്ള മോക്ക് ഡ്രില്ലുകളിൽ ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൾ ബ്ലാക്ക് ഔട്ടാണ്, ലൈറ്റുകളൊക്കെ പൂർണ്ണമായും ഓഫ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ്? ഒരു യുദ്ധത്തിന് മുന്നോടിയായുള്ളതാണോ? അല്ല, അതിലേക്കാണ് ഞാൻ വന്നത്. ആദ്യമേ നമ്മൾ ഈ മോക്ക് ഡ്രില്ലിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മുമ്പോട്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം, ഒരു ബോംബ് വീണാൽ ഒന്ന് തീ പിടിക്കും, അല്ലെങ്കിൽ ബിൽഡിങ് താഴെ പോകും. അപ്പോൾ ഇവാക്വേഷൻ വേണം. അന്നേരം ആൾക്കാർ ബഹളമുണ്ടാക്കാതെ സംവേദനത്തോടെ ഒരു പറഞ്ഞിട്ടുള്ള രീതിയിൽ കൂടെ എങ്ങനെ ആൾക്കാർ പോകണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. അതുപോലെ ഹോസ്പിറ്റൽസ്, ബ്ലഡ് ബാങ്ക്, പിന്നെ സ്ഥാനീയമായിട്ടുള്ള ലോക്കൽ ഡിഫൻസ് ഫോഴ്സസ് അല്ലെങ്കിൽ പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സ്, പിന്നെ നമ്മളുടെ അവിടുത്തെയുള്ള വോളണ്ടറി അസോസിയേഷൻസ്, ഇതെല്ലാം കൈകോർത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ബോംബ് വീണാൽ എങ്ങനെ അതിനെ പ്രതികരിക്കണം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒത്തൊരുമയോടെ, പ്രശ്നങ്ങളില്ലാതെ, അതിനുവേണ്ടിയാണ് മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് വാർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വാർ സൈക്കിക്, അതായത് എല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഇമോഷണൽ ബൂസ്റ്റ് പോലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 22 മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പാകിസ്ഥാൻ ബോർഡറിലെ ആൾക്കാരെ അവിടുന്ന് ഒഴിച്ചു, ഇന്ത്യൻ സേന വരാൻ പോകുന്ന പേടി കൊണ്ട് അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നു, ആൾക്കാരെ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടത് അവിടുത്തെ ജനതയ്ക്ക് ഭീതി ഉള്ളതായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ചെറിയ വിഷമം. ഇന്ത്യ ഒട്ടുക്കെ ഒരു മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളുടെ ശത്രു രാജ്യങ്ങൾ ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് വേറെ ഒരു നിറം കൊടുക്കുവാൻ കൂടി ചാൻസ് ഉണ്ട്. കാരണം ഇത് ഈ റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഇതിൽ കൂടെ പോകുന്ന വ്യക്തികൾക്ക് പലർക്കും ഭീതി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു സൈക്കോളജിയാണ്. ഇതൊക്കെ ഇതിൻ്റെ പാർശ്വഫലങ്ങളാണ്, ഇത് സഹിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ രാജ്യത്തുടനീളം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് മോക്ക് ഡ്രിൽ വരുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലൈറ്റ് അണയ്ക്കുക, ബ്ലാക്ക് ഔട്ട്, അത് നോർമലി രാത്രിയിലെ എയർ റെയ്ഡിന് ബിൽഡിങ് കാണാതിരിക്കാൻ വേണ്ടി, അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്. ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാം ഓൾറെഡി മാപ്ഡാണ്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളും പാകിസ്ഥാന് മാപ്പ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഓരോ ഇഞ്ചും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ബിൽഡിങ്ങാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്, അവരും മാപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ടെറസ്ട്രിയൽ ഗൈഡൻസ് ഉള്ള മിസൈൽസിന് ലൈറ്റൊന്നും വേണ്ട, അതിങ്ങ് വന്നോളും. പക്ഷേ എങ്കിലും അതിൽ ഭാഗമായിട്ടാണ് ഒരു ലൈറ്റ്സ് ഔട്ട് ഡ്രിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ എന്ന് പറയുന്നത്. അതിന് വലിയ പ്രസക്തി ഞാൻ കാണുന്നില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ ഓരോ പൗരനെയും ഒരു യുദ്ധത്തിന് ചാൻസ് ഉണ്ട് എന്നറിയിക്കുവാനും ഒന്നാകുവാനും ഒരു സൈക്കോളജിക്കൽ ബൂസ്റ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ദേശം മൊത്തം, രാജ്യമൊട്ടാകെ മോക്ക് ഡ്രിൽ ചെയ്യുവാൻ ഭരണാധികാരികൾ തീരുമാനിച്ചത്. അതെ.